CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിന് വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സമ്മേളന ലോഗോ പ്രകാശനം ചെയ്തു. ഗ്രാഫിക് ഡിസൈനർ സൈനിൽ ആബിദാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. മാർച്ച് 6 മുതൽ 9 വരെയാണ് കൊല്ലത്ത് CPIM സംസ്ഥാന സമ്മേളനത്തിന് വേദിയാവുക. അറബിക്കടലിന്റെ തീരത്ത് അന്തിമാനം ചെങ്കൊടിയേന്തിയ സായം സന്ധ്യയെ സാക്ഷിയാക്കി നടന്ന യോഗവും ചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു. ഒത്തൊരുമയുടെ പ്രതീകമായി കൊല്ലം ബീച്ചിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സാംസ്കാരിക സാഹിത്യ നായകരും ചേർന്ന് ലോഗോ പ്രകാശനം ചെയ്തു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ KN ബാലഗോപാൽ, കവി കുരീപ്പുഴ ശ്രീകുമാർ, എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ, എമി എബ്രഹാം, കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, MLA-മാരായ M നൌഷാദ്, M മുകേഷ് എന്നിവർ ചേർന്നാണ് ലോഗോ പ്രകാശനം ചെയ്തത്. വികസനത്തിൽ സാധാരണക്കാരെ കൂടി ചേർത്ത് നിർത്തണം എന്ന കാഴ്ചപ്പാടാണ് LDF സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മുഖമുദ്രയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇന്നിപ്പോൾ കേരളത്തിൽ ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്കുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ്. രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ പോലും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ തർക്കിക്കുന്നില്ല. അങ്ങനെ നടക്കുന്ന ഈ കേരളത്തിൽ ഇനി അടുത്തൊരു 50 വർഷക്കാലത്തേക്ക് കേരളം എങ്ങനെയായിരിക്കണം? ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള വികസന കാര്യങ്ങളിൽ കൊല്ലത്ത് നമ്മുടെ ഈ തുറമുഖത്തിനോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത്. ഈ തുറമുഖത്തിൻ്റെ വികസനമായാലും വിഴിഞ്ഞം തുറമുഖമായാലും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. കൊല്ലം നഗരവും പോലെ എല്ലായിടത്തും നടക്കുന്ന വികസനങ്ങൾക്ക് അടിസ്ഥാനം കൃത്യമായ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ്. CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കൊല്ലം SN വനിതാ കോളേജിലെ വിദ്യാർത്ഥികളുടെ കായൽ ബാൻഡിന്റെ സംഗീത പരിപാടിയും പഞ്ചാരിമേളവും SN കോളേജ് വിദ്യാർത്ഥി ആദർശ് ബാബുവിന്റെ തബലവാദനവും ഉണ്ടായിരുന്നു. ബാലസംഘം കൂട്ടുകാരുടെ നേതൃത്വത്തിൽ ബലൂണും പട്ടവും പറത്തി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.